പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരാൾ അല്പം പണം സമ്പാദിച്ച് വെച്ചു. ഈ വർഷം ഹജ്ജിന് പോകണം ഇൻഷാ അള്ളാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ മകൾ ഗർഭിണിയായിരുന്നു. ഉച്ച സമയത്ത് ഇറച്ചിയുടെ മാംസത്തിൻ്റെ സ്മെല്ല് വരുന്നു. മകൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇറച്ചിയുടെ മണം വരുന്നു. ആ കാലത്ത് ഇറച്ചിയൊക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഉമ്മ പെട്ടെന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നല്ല മണം വരുന്നുണ്ട്. വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മകൾ ഗർഭിണിയാണ്, അല്പം മാംസം തരുമോ, ഇറച്ചിയുടെ കറി. അവർ പറഞ്ഞു, ആ ഇറച്ചിയുടെ കറി നിങ്ങൾക്ക് ഹറാമാണ്, ഞങ്ങൾക്ക് ഹലാലാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് ആ സഹോദരി തിരിച്ചു വന്നു. ഭർത്താവിനോട് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ്. ഭർത്താവ് അന്വേഷിച്ചുകൊണ്ട് വീട്ടിലെടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? ആ ഭക്ഷണം, ആ ഇറച്ചിൻ്റെ കറി ഞങ്ങൾക്ക് ഹറാമും നിങ്ങൾക്കും ഹലാലോ? അപ്പോൾ പറഞ്ഞു, അതെ. ഞങ്ങൾ വിശന്ന് സഹിക്കവയ്യാതെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ചത്ത ഒരു ഒട്ടകത്തെ കണ്ടു. അതിൻ്റെ മാംസം എടുത്തു വന്നുകൊണ്ട് ഞങ്ങൾ വിശപ്പടക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഹലാൽ, നിങ്ങൾക്ക് ഹറാം. അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹജ്ജിന് പോവാൻ തയ്യാറാക്കി വെച്ചിരുന്ന പണം കൊണ്ടുവന്ന് അവരെ സഹായിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുക. സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ, ആ വർഷം അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ആ വർഷം ഹജ്ജിന് പോയ പലരും വന്നുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അറഫ മരുഭൂമിയിൽ കണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തെന്നെ മൈൻഡ് ചെയ്തില്ല? തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടല്ലോ, എന്നോടൊന്നും മുണ്ടിയില്ല. സയ്യ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടല്ലോ, എല്ലാ സ്ഥലത്തും എൻ്റെ മൈൻഡ് ചെയ്യാതെ എന്ത് നിങ്ങൾ പോയി? ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ ഹജ്ജിന് പോയിട്ടില്ലല്ലോ. സംഭവം എന്തായിരുന്നു? റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കോലത്ത് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. എന്നിട്ട് ഹജ്ജ് നിർവഹിക്കാൻ പറഞ്ഞു. എന്തേ കാരണം? പാവപ്പെട്ടവരെ സഹായിച്ചു. ആ സഹായിച്ച കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹജ്ജിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്തു. ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരെ സഹായിച്ചു.